ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടങ്ങളും അതുപോലെ നമുക്കൊരുപാട് കഴിവുകളും ഒക്കെ ഉണ്ടാവും അല്ലേ. നമുക്കത് എല്ലാവരുടെ അടുത്തും പറയാനും ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ കഴിവുകളെയും ഒക്കെ കുറിച്ച് ബാക്കിയുള്ളവരുടെ സംസാരിക്കാനും നമുക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും നമ്മുടെ കഴിവുകളെക്കുറിച്ചും ഒക്കെ എങ്ങനെ പറയും എന്നാലോചിച്ച് നമുക്ക് ടെൻഷനായിപ്പോവും. പറയാൻ അറിയാത്തത് കാരണം നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല അല്ലേ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്കുള്ള ഇഷ്ടങ്ങളെക്കുറിച്ചും നമ്മുടെ കഴിവുകളെക്കുറിച്ചും പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ. നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാവും അല്ലേ. ഒരുപാട് ഇഷ്ടങ്ങൾ, നമുക്ക് പലതും ചെയ്യാൻ ഇഷ്ടങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വേറെ പല സംഭവങ്ങളും, നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്നുള്ളതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് വുഡ് എന്നുള്ളത്. വുഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ വുഡ് ലൈക്ക് ടു സിങ്. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് നമ്മൾ ഐ വുഡ് ലൈക്ക് ടു സിങ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മളത് എങ്ങനെ ഇഷ്ടങ്ങൾ മാത്രം പറയും എന്നുള്ളതല്ല, അതിൻ്റെ നെഗറ്റീവ് ഇഷ്ടമല്ല എന്നുള്ളത് എങ്ങനെ പറയുന്നു കൂടി നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. ഇഷ്ടമാണ്, ഇഷ്ടമല്ല, ഇത് രണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു സിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ്, അത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് വരിക? ഐ വുഡ് നോട്ട് ലൈക്ക് ടു സിങ്. ഐ വുഡ് ലൈക്ക് ടു സിങ്, ഐ വുഡ് നോട്ട് ലൈക്ക് ടു സിങ്. ഇങ്ങനെയാണ് നമുക്ക് പാടാൻ ഇഷ്ടമാണ് ആൻഡ് പാടാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. ഇനി ഒരു ഡൗട്ട്, എങ്ങനെയാണ് നമ്മളത് ഒരാളോട് ചോദിക്കുക? ഇപ്പോൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളത് പറഞ്ഞു, ഇഷ്ടമാണോ എന്ന് ചോദിക്കണ്ടേ? നിനക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ഉത്തരം കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചോദിക്കാം? ഇപ്പം നമ്മൾ പറയാണ് എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, നിനക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണോ എന്ന് നമ്മൾ ചോദിക്കും. അതെങ്ങനെയാണ് ചോദിക്കുക? വളരെ സിമ്പിളാണ്. ഒരാളോട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് നമുക്ക് ചോദിക്കാൻ വുഡ് യു ലൈക്ക് ആണ് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് ടു സിങ്. ഓക്കെ, അപ്പോൾ നിനക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ വുഡ് യു ലൈക്ക് ടു സിങ് എന്ന് ചോദിക്കാം. ആൻഡ് പാട്ട് പാടാൻ ഇഷ്ടമാണ്, എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് എന്നുള്ളതിന് ഐ വുഡ് ലൈക്ക് ടു സിങ് എന്നും, എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമല്ല എന്നുള്ളതിന് ഐ വുഡ് നോട്ട് ലൈക്ക് ടു സിങ് എന്നും പറയാം. ഇനി വേറൊരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് നിനക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണോ? ഓക്കെ, നിനക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അതെങ്ങനെയാ? യെസ്, വുഡ് യു ലൈക്ക് ടു ഈറ്റ് ബിരിയാണി. ഈറ്റ് അല്ലെങ്കിൽ ഹാവ്, രണ്ടിൻ്റെ അർത്ഥം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കൊന്നെങ്കിൽ ഈറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹാഫ് യൂസ് ചെയ്യാം. സോ വുഡ് യു ലൈക്ക് ടു ഈറ്റ് ബിരിയാണി ഓർ വുഡ് യു ലൈക്ക് ടു ഹാഫ് ബിരിയാണി എന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻ ആയി അല്ലേ. അപ്പം നമുക്കിനി അതിന് ഉത്തരം പറയണം. യെസ്, എനിക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത് എങ്ങനെയാണ് പറയുക? യെസ്, ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ബിരിയാണി. എനിക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണ്. നോ, ഐ വുഡ് നോട്ട് ലൈക്ക് ടു ഈറ്റ് ബിരിയാണി. എനിക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെയാണ് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ വുഡ് യു ലൈക്ക് ടു ഈറ്റ് ബിരിയാണി. പോസിറ്റീവായിട്ട് ഉത്തരം പറയുമ്പോൾ യെസ്, ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ബിരിയാണി. നെഗറ്റീവായിട്ട് പറയുമ്പോഴോ നോ, ഐ വുഡ് നോട്ട് അല്ലെങ്കിൽ ഐ വുഡൻറ്റ് ലൈക്ക് ടു ഈറ്റ് ബിരിയാണി എന്ന് പറയാം. അടുത്തതായിട്ട് നമ്മുടെ അടുത്ത ഒരാൾ ചോദിക്കുകയാണ് നിനക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? നിനക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? അതെങ്ങനെയാണ് ചോദിക്കുക? യെസ്, വുഡ് യു ലൈക്ക് ടു ട്രാവൽ. വുഡ് യു ലൈക്ക് ടു ട്രാവൽ. നിനക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? അപ്പം നമ്മളെങ്ങനെ ഉത്തരം പറയാം? അതെ, എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. എങ്ങനെ പറയും? യെസ്, ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ. ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമേ അല്ല. അതെങ്ങനെ പറയാം? എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല എന്നെങ്ങനെ പറയും? നോ, ഐ വുഡ് നോട്ട് ലൈക്ക് ടു ട്രാവൽ. ഐ വുഡ് നോട്ട് ലൈക്ക് ടു ട്രാവൽ. അപ്പോൾ നിനക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ വുഡ് യു ലൈക്ക് ടു ട്രാവൽ എന്ന് ചോദിക്കാം. ആൻഡ് ഉത്തരം പോസിറ്റീവായിട്ട് പറയുമ്പോൾ യെസ്, ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ. നെഗറ്റീവായിട്ട് വരുമ്പോൾ നോ, ഐ വുഡ് നോട്ട് ലൈക്ക് ടു ട്രാവൽ എന്ന് പറയാം. ഇനി വേറൊരു സിറ്റുവേഷനിൽ ഒരു എക്സാമ്പിൾ, നമുക്ക് ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നിനക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണോ? നിനക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണോ എന്നൊരാൾ ചോദിക്കും. എങ്ങനെയാണ് ചോദിക്കുക? വുഡ് യു ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. വുഡ് യു ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. ക്വസ്റ്റ്യൻ ആയി അല്ലേ. നമുക്കതിന് ആൻസർ കൊടുക്കണം.
പോസിറ്റീവായിട്ട് എങ്ങനെ ആൻസർ ചെയ്യാം? എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. അതെങ്ങനെ പറയും? യെസ്, ഐ വുഡ് ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. ഐ വുഡ് ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമല്ല. അതെങ്ങനെയാണ് പറയുക? നോ, ഐ വുഡ് നോട്ട് ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. ഐ വുഡ് നോട്ട് ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വുഡ് യു ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ? അതിന് നമ്മൾ പോസിറ്റീവായിട്ട് യെസ്, ഐ വുഡ് ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ എന്നും നെഗറ്റീവായിട്ട് നോ, ഐ വുഡ് നോട്ട് ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ എന്നും പറയും. സോ നമ്മുടെ ഒരു ഇഷ്ടത്തെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വുഡ് ലൈക്ക് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? വുഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? അതൊരു ക്വസ്റ്റ്യൻ ആവുമ്പോൾ ആദ്യം വുഡാണ് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് സെൻറ്റൻസിൻ്റെ ആദ്യം തന്നെ വുഡാണ് വരിക. വുഡ് യു എന്നാണ് വരിക. അതിൻ്റെ ഉത്തരം പറയുമ്പോൾ എങ്ങനെ വരും? ആദ്യം നമ്മൾ പറയണം ഐ വുഡ് എന്ന് വരും. ഇത്രയും മാറ്റം വരുന്നുള്ളൂ. അതൊരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ വുഡ് യു എന്ന് വരും, ആൻസർ ആകുമ്പോൾ ഐ വുഡ് എന്ന് വരും. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും അനിഷ്ടങ്ങളെക്കുറിച്ചും ഇഷ്ടമില്ലായ്മകളെക്കുറിച്ചും പറയാനും മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാനും ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് ഇഷ്ടങ്ങളെക്കുറിച്ചും അനിഷ്ടങ്ങളെക്കുറിച്ചും പറയാമെന്നും ചോദിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കഴിവുകൾ. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മുടെ കഴിവുകളെക്കുറിച്ച് എങ്ങനെ പറയും? നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പല കഴിവുകളും മറ്റുള്ളവർ അറിയുന്നില്ല അല്ലേ? അപ്പോൾ ഇനി അതൊന്നും നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് കഴിവുകൾ പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം. കഴിവുകളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ക്യാൻ എന്നുള്ളത്. പലർക്കും അറിയുന്നുണ്ടാവും. ക്യാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കഴിവുകളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു എനിക്ക് കഴിയും എന്നുള്ളൊരു സെൻറ്റൻസ് നോക്കാം. എനിക്ക് പാട്ട് പാടാൻ കഴിയും. എനിക്ക് പാട്ട് പാടാൻ കഴിയും. എങ്ങനെയാണ് പറയുന്നത്? ഐ ക്യാൻ സിങ്. എനിക്ക് പാട്ട് പാടാൻ കഴിയും. ഐ ക്യാൻ സിങ്. ഈസിയാണല്ലേ? ഇനി എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല. അതെങ്ങനെയാണ് പറയുക? കഴിവുകൾ മാത്രമല്ലല്ലോ, കഴിയാത്ത കാര്യങ്ങളും പറയണ്ടേ? അതെങ്ങനെ പറയും? എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല എന്നുള്ളതിന് ഐ കാണ്ട്. ക്യാനോട്ട് ആണ് കേട്ടോ. ക്യാൻ നോട്ടിനെയാണ് നമ്മൾ കാണ്ട് എന്ന് പറയാം. ഐ കാണ്ട് സിങ്. അപ്പോൾ പോസിറ്റീവായിട്ട് ഐ ക്യാൻ സിങ് എന്ന് പറയാം, നെഗറ്റീവായിട്ട് ഐ കാണ്ട് സിങ് എന്ന് പറയാം. ഇനി നമ്മൾ വേറെ ആളോട് ചോദിക്കുകയാണ്, നിനക്ക് പാട്ട് പാടാൻ കഴിയുമോ? അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ക്യാൻ യു സിങ്. ക്യാൻ യു സിങ്. ഓക്കെ, അപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് പാട്ട് പാടാൻ കഴിയുമോ? ക്യാൻ യു സിങ്. എനിക്ക് പാട്ട് പാടാൻ കഴിയും. യെസ്, ഐ ക്യാൻ സിങ്. എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല. നോ, ഐ കാണ്ട് സിങ്. അടുത്തതായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ? നിനക്കൊരു കാറ് ഓടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാണ് ചോദിക്കുക? യെസ്, ക്യാൻ യു ഡ്രൈവ് എ കാർ. ക്യാൻ യു ഡ്രൈവ് എ കാർ എന്ന് ചോദിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ അതിന് പോസിറ്റീവായിട്ട് എനിക്ക് കഴിയും എന്നുള്ള രീതിയിൽ എനിക്ക് കാർ ഓടിക്കാൻ കഴിയും എന്ന് ഉത്തരം കൊടുക്കുക എങ്ങനെയാണ്? യെസ്, ഐ ക്യാൻ ഡ്രൈവ് എ കാർ. ഐ ക്യാൻ ഡ്രൈവ് എ കാർ. ഇനി നമുക്ക് കഴിയില്ലെങ്കിലോ? ഇല്ല, എനിക്ക് കാർ ഓടിക്കാൻ കഴിയില്ല എന്നെങ്ങനെയാണ് ഉത്തരം പറയുന്നത്? നോ, ഐ കാണ്ട് ഡ്രൈവ് എ കാർ. ഐ കാണ്ട് ഡ്രൈവ് എ കാർ. അപ്പോൾ കാർ ഓടിക്കാൻ കഴിയുമോ എന്നുള്ളതിന് ക്യാൻ യു ഡ്രൈവ് എ കാർ എന്നും, പോസിറ്റീവായിട്ട് ഉത്തരം കൊടുക്കുമ്പോൾ യെസ്, ഐ ക്യാൻ ഡ്രൈവ് എ കാർ, ആൻഡ് നെഗറ്റീവായിട്ട് ഉത്തരം കൊടുക്കുമ്പോൾ നോ, ഐ കാണ്ട് ഡ്രൈവ് എ കാർ എന്നും പറയാം. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പോസിറ്റീവായിട്ട് എങ്ങനെ ഉത്തരം കൊടുക്കും? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നെങ്ങനെയാണ് പറയുക? യെസ്, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം അല്ലേ? മറ്റൊരു എക്സാമ്പിളാണ്, നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, നിനക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുമോ? നിനക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് ഉത്തരം പറയുക? എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ല, ഇങ്ങനെ പറയാം അല്ലേ? അപ്പോൾ ചോദ്യം ക്യാൻ യു ഡ്രോ പിക്ചർ. നിനക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുമോ? ക്യാൻ യു ഡ്രോ പിക്ചർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിന് പോസിറ്റീവായിട്ട് എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയും എന്ന് പറയുക എങ്ങനെയാണ്? യെസ്, ഐ ക്യാൻ ഡ്രോ പിക്ചർ. ഐ ക്യാൻ ഡ്രോ പിക്ചർ. ഇനി നമ്മൾ പറയാണ്, ഇല്ല എനിക്ക് കഴിയില്ല, എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ല എന്നെങ്ങനെയാണ് നമ്മൾ പറയുക? നോ, ഐ കാണ്ട് ഡ്രോ പിക്ചർ. ഐ കാണ്ട് ഡ്രോ പിക്ചർ. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചിത്രം വരയ്ക്കാൻ കഴിയുമോ? ക്യാൻ യു ഡ്രോ പിക്ചർ. പോസിറ്റീവായിട്ട് യെസ്, ഐ ക്യാൻ ഡ്രോ പിക്ചർ, ആൻഡ് നെഗറ്റീവായിട്ട്
നോ ഐ കാൺട്ട് ഡ്രോ പിക്ചർ എന്നും നമുക്ക് പറയാം. ലാസ്റ്റായിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് എനിക്ക് വേണ്ടി ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് തരാൻ കഴിയുമോ? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ക്യാൻ യു ഡിസൈൻ എ ലോഗോ ഫോർ മീ? എനിക്ക് വേണ്ടി, ഫോർ മീ. ക്യാൻ യു ഡിസൈൻ എ ലോഗോ ഫോർ മീ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് ഉത്തരം പറയണം, എനിക്ക് കഴിയും, നിനക്ക് വേണ്ടി ഒരു ലോഗോ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ എനിക്ക് കഴിയും എന്നെങ്ങനെ നമ്മൾ പറയാം? യെസ് ഐ ക്യാൻ ഡിസൈൻ എ ലോഗോ ഫോർ യു. നിനക്ക് വേണ്ടി, ഫോർ യു. യെസ് ഐ ക്യാൻ ഡിസൈൻ എ ലോഗോ ഫോർ യു. ഇനി നിനക്ക് വേണ്ടി ലോഗോ ഡിസൈൻ ചെയ്യാൻ കഴിയില്ല എന്നെങ്ങനെ പറയും? നോ ഐ കാൺട്ട് ഡിസൈൻ എ ലോഗോ ഫോർ യു. ഐ കാൺട്ട് ഡിസൈൻ എ ലോഗോ ഫോർ യു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്യാൻ യു ഡിസൈൻ എ ലോഗോ ഫോർ മീ. അപ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, യെസ് ഐ ക്യാൻ ഡിസൈൻ എ ലോഗോ ഫോർ യു. നെഗറ്റീവായിട്ട് നോ ഐ കാൺട്ട് ഡിസൈൻ എ ലോഗോ ഫോർ യു എന്നും പറയാം. സോ ഇതാണ് നമ്മുടെ കഴിവുകളെക്കുറിച്ചും നമുക്ക് കഴിവില്ലായ്മയെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഏതായിരുന്നു? ക്യാൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിക്കാനും നമുക്ക് കഴിയും അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയാനും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷിൽ. സോ ഇനി ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ഡൗട്ട് വേണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 വേർഡ്സാണ്. ഒരെണ്ണം വുഡ് ആൻഡ് ക്യാൻ. വുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് പറയാനും ക്യാൻ എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളെക്കുറിച്ച് പറയാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും ആൻഡ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എങ്ങനെ ഉത്തരം പറയും എന്നെല്ലാം ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചു. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ടുഡേയ്സ് സെഷൻ. Don't forget to subscribe my channel and enable the bell icon. Thank you so much.